ഇപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള ചാപ്റ്റർ 1 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ. നമ്മള് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതേപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഏറ്റവും സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് കൺസേൺ വിത്ത് അക്വിസിഷൻ ആൻഡ് ഡിപ്ലോയ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ബോത്ത് ഇൻ ഷോർട്ട് ടേം ആൻഡ് ഇൻ ലോങ് ടേം ഇൻ ആൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് മാനർ ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് നമ്മള് ഇവിടെ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട്. ഫിനാൻസിങ് ഡിസിഷൻ ഉണ്ട്, ഫിനാൻസ് അറേഞ്ച്മെന്റിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. അതായത് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ അത് ഫിനാൻസ് അറേഞ്ച്മെന്റ് ആണ്. ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ഷോർട്ട് ടേം അതേപോലെ ലോങ് ടേമിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക, വിച്ച് മീൻസ് ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ ഫൈനൽ എന്ത് ചെയ്യുക, നമ്മളെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം. ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് എന്ത്, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താന്നുള്ളത്. അതായത് നിങ്ങൾ FA പഠിച്ചവർ ആണ്, അല്ലെങ്കിൽ എക്സംഷൻ കിട്ടിയവരുണ്ടാവും. എനിവേ നിങ്ങൾ FR കംപ്ലീറ്റ് ചെയ്തവരാണ്. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെങ്കിൽ പാസ്റ്റ് ട്രാൻസാക്ഷന്റെയും ഈവന്റ്സിന്റെയും എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. പാസ്റ്റ് ട്രാൻസാക്ഷൻസ് അതേപോലെ ഈവന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ദെൻ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളിപ്പോൾ ഓൾറെഡി IFRS ഫോളോ ചെയ്തിട്ടാണ് FR കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തത്. US-ലാണെങ്കിൽ US ഗ്യാപ്പ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം ലീഗലി. അതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് ആയിട്ട് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതൊക്കെ ഐറ്റംസ് എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റും അതേപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് റെക്കോർഡിങ്സിലൂടെ കാണിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശം. റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശം. അതുകൊണ്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാസ്റ്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ, അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ദെൻ ഫൈനലി നമ്മൾ ഇത് ആർക്കാണ് കാണിച്ചു കൊടുക്കുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മൾ കമ്പനിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോംഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. നേരെ മറിച്ച് FM ആണെങ്കിലോ ഇന്റേണലി ഉള്ള ഡിസിഷനാണ്. മറ്റേത് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് FA പഠിക്കുന്നതെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇന്റേണൽ ഡിസിഷൻ മേക്കിംഗ് ആണ്, മാനേജർ എടുക്കുന്ന ഡിസിഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനെയല്ല, പാസ്റ്റ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശം. നെക്സ്റ്റ് വരുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഡേ ടു ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ദെൻ റിലേറ്റഡ് ടു ബഡ്ജറ്റിംഗ് അതിൽ വരുന്നുണ്ടാവും. അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്, വേരിയൻസ് കാൽക്കുലേഷൻ, അതായത് എസ്റ്റിമേഷനും ആക്ച്വൽ ആയിട്ടുള്ള കമ്പാരിസണും കാര്യങ്ങളൊക്കെ ആയിരിക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ടാവുക. അപ്പൊ അതിന് കുറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. വേരിയൻസ് കാൽക്കുലേഷന് വേണ്ടി ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാനുണ്ട്. ദെൻ ഇവിടെ കറക്റ്റ് ആയിട്ട് അഗെയിൻ ഇവിടെ ഫോർമാറ്റോ റൂളോ ഇല്ല. ഇതുപോലെ ഗ്യാപ്പോ അല്ലെങ്കിൽ IFRS ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട. ഇതും മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ഏരിയാസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിക്ക് പറ്റും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ. നമ്മൾ മേക്ക് ചെയ്യുന്നതാണോ നല്ലത്, അല്ല പുറമേ നിന്ന് ബൈ ചെയ്യുന്നതാണോ നല്ലത്, വിച്ച് മീൻസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണോ നല്ലത്, അങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലിമിറ്റിംഗ് ഫാക്ടർ വന്നതിനാൽ, കൺസ്ട്രെയിൻസ് വന്നതിനാൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വരുമല്ലോ, സ്പെഷ്യൽ ഓർഡർ, പെട്ടെന്നൊരു വൺ ടൈം സ്പെഷ്യൽ ഓർഡർ കസ്റ്റമേഴ്സ് നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ, അങ്ങനത്തെ ഡിസിഷൻസ് ഉണ്ടാവും. കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ദി ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ദി ബിസിനസ്. നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ഏരിയാസിൽ നമുക്ക് ഫോക്കസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതും ഡേ ടു ഡേ ആക്ടിവിറ്റീസിനായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ. അത് ഫർദർ നമുക്ക് PM പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് അത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അല്ലേ? ഇത്രയാണ് നമ്മളെ കമ്പാരിസൺ വരുന്നത്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരാന്ന്. എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക? ഒന്നെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കണം അല്ലെ. നമ്മളിപ്പോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിവിഡൻഡ് ഡിസിഷനൊക്കെ പഠിച്ചതാണ്. ഒന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കണം. ഡിവിഡൻഡിൽ എന്ത് ഉണ്ടാവണം, ഗ്രോത്ത് ഉണ്ടാവണം. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനും അല്ലെ, അതായത് ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യും. അപ്പോ 2 കാരണങ്ങൾ കൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. അത് കറക്റ്റ് ആയിട്ട് നോക്കുക. ഒന്നെങ്കിൽ ഡിവിഡന്റിന് ഗ്രോത്ത് ഉണ്ടാവണം. അതേപോലെ തന്നെ ഷെയർ പ്രൈസിൽ ഗ്രോത്ത് ഉണ്ടാവണം. ഷെയർ പ്രൈസിന് ഗ്രോത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുക. ഇനി എന്തുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ ഇവിടെ എടുത്തു പറയാത്തത്?
ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായാലും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെന്നില്ല. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോ കഴിഞ്ഞ കൊല്ലം ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് വരുന്നത് 500,000 ആണ്. ഈ കൊല്ലമായപ്പോ അത് 600,000 ആയി. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അതായിരിക്കൂല പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. 500,000 600,000 ആവുക എന്നുള്ളതായിരിക്കൂല ചിലപ്പോൾ ഷെയർ ഹോൾഡർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ഷെയർ ഹോൾഡേഴ്സ് ചിലപ്പോൾ പ്രതീക്ഷിച്ച പ്രോഫിറ്റ് എന്ന് പറയുന്നത് 700,000 അല്ലെങ്കിൽ 800,000 അങ്ങനെ ആയിരിക്കും. അപ്പൊ അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രോഫിറ്റ് വരാതിരുന്നതിനാൽ അവർ അൺഹാപ്പി ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ ഷെയർ പ്രൈസ് കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈവൻ പ്രോഫിറ്റ് കൂടിയാലും ഷെയർ പ്രൈസിന് എന്ത് ചെയ്യുക, റിഡക്ഷൻ വരാനുള്ള സാധ്യത പോലും ഉണ്ട്. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ നല്ലത് ഏതാന്ന് പറയുന്നത് ഷെയർ പ്രൈസിന്റെ ഇൻക്രീസും അതേപോലെ ഡിവിഡൻഡും ആണെന്ന് പറയുന്നത്. ഏതിനേക്കാളും പ്രോഫിറ്റിനേക്കാളും കുറച്ചും കൂടെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ എഫക്ട് ചെയ്യുന്നത് ഷെയർ പ്രൈസും അതേപോലെ ഡിവിഡൻഡും തന്നെയാണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമ്മളോട് പറയും പ്രോഫിറ്റ് ഇൻക്രീസ് EPS എന്നൊക്കെ പറയും. അതൊന്നും പോയിട്ട് ക്ലിക്ക് ചെയ്യരുത്. EPS-ഉം പ്രോഫിറ്റുംനേക്കാളും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യിപ്പിക്കുന്നത് ഡിവിഡൻഡും അതേപോലെ തന്നെ ഷെയർ പ്രൈസും തന്നെയാണ്. EPS കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, DPS കൂടണമെന്നോ അല്ലെങ്കിൽ ഷെയർ പ്രൈസ് കൂടണമെന്നോ ഇല്ല. അപ്പൊ എക്സാക്ട്ലി DPS-ഉം അതേപോലെ ഷെയർ പ്രൈസും എത്രയാണോ കൂടുന്നത് അതാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എത്രത്തോളം വരും എന്നുള്ളത് തീരുമാനിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഇമ്പോർട്ടന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക, NPV പോസിറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഷെയർ പ്രൈസിൽ വ്യത്യാസങ്ങൾ വരും, ഷെയർ പ്രൈസ് ഇൻക്രീസ് ആവും. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ തന്നെ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ റേഷ്യോസിൽ പഠിക്കുന്നുണ്ട്. ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ എന്നാണ് അതിന്റെ പേര്. ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ ഈസ് ഈക്വൽ ടു DPS, ഇത് ന്യൂമറേറ്റർ ആട്ടോ, ന്യൂമറേറ്ററിൽ കാണിക്കുന്നതാണ്. DPS പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ, ഇത് രണ്ടും ന്യൂമറേറ്ററിൽ, ഡിവൈഡഡ് ബൈ ഷെയർ പ്രൈസ് അറ്റ് ബിഗിനിങ് ഓഫ് ദി ഇയർ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. DPS പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ ഡിവൈഡഡ് ബൈ ഷെയർ പ്രൈസ് അറ്റ് ബിഗിനിങ് ഓഫ് ദി ഇയർ. ഇപ്പോ DPS ഡിവിഡൻഡ് പെർ ഷെയർ പെർ ഇയർ, ഒരു വർഷത്തേക്ക് വന്ന DPS സേ ഫോർ എക്സാമ്പിൾ ഒരു $10 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ഷെയർ പ്രൈസ് അറ്റ് ബിഗിനിങ് ഓഫ് ദി ഇയർ, ദെൻ ഷെയർ പ്രൈസ് അറ്റ് ദി എൻഡ് 55 ആയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം ഡിവിഡൻഡ് എടുക്കുക. ഡിവിഡൻഡ് എത്ര വരുന്ന 10 അല്ലേ, അത് കമ്പനി ഡയറക്ട്ലി കൊടുക്കുന്നതാണ്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഒരു 5 ഉണ്ട്. അപ്പൊ 15 ആണ് ടോട്ടൽ റിട്ടേൺ. ഷെയർ ഹോൾഡർക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ടോട്ടൽ റിട്ടേൺ എത്രയാണ്? 15 ആണ്. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ ബിഗിനിങ് ഓഫ് ദി ഇയറിൽ ഷെയർ പ്രൈസ് എത്രയാണ്? 50 അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയാണ് ദാറ്റ് പെർസെന്റേജ് വരാം? 15 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ ഇൻറ്റു 100 ആണ്, പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. എത്ര പെർസെന്റേജ് വരാം? 30% അല്ലേ വരാം? 30%. യെസ്, ഇതിനാണ് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ എന്ന് പറയാം. ഇത് വെച്ചിട്ട് നമുക്ക് ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തൂടെ? ഇത് എത്ര കൂടുന്നോ അത്രയും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ എത്ര കൂടുന്നോ അത്രയും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ അല്ലാതെ വേറെ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് കമ്പനിക്ക് ഉള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി, ഓഫ് കോഴ്സ് പ്രോഫിറ്റബിലിറ്റിയും ഒരു ഒബ്ജക്റ്റീവ് ആണ്, അതും വേണം ആവശ്യത്തിന്. പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര ഡിവിഡൻഡ് കൊടുക്കുന്നു അതൊക്കെ പ്രോഫിറ്റബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. പ്രോഫിറ്റബിലിറ്റി വേണം, ലിക്വിഡിറ്റി വേണം, പിന്നെ റിസ്ക് റിഡ്യൂസ് ചെയ്യണം, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ടാണ് കുറെ റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഈവൻ ROCE ഒക്കെ യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒബ്ജക്റ്റീവ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, ഒരു കമ്പനിക്ക് ഒബ്ജക്റ്റീവ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് റേഷ്യോസ് യൂസ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് എന്ത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. SOPL മാത്രം നോക്കിയിട്ട് പ്രോഫിറ്റബിലിറ്റി നമ്മൾ മെഷർ ചെയ്തിട്ട് കാര്യമില്ല. റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റി എത്ര കൂടി, മറ്റ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ്ഡ് ആയി എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ റേഷ്യോസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് വരുന്ന ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇനഫ് ക്യാഷ് ഉണ്ടോ എന്നുള്ളത് അറിയണ്ടേ? എത്രത്തോളം ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഒക്കെയാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് മിനിമൈസേഷൻ ഓഫ് റിസ്ക്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മള് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കുറെ ഇല്ലേ, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് മാത്രം നോക്കിയാൽ മതിയോ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെപ്റ്റ് ഹോൾഡേഴ്സ് ഉണ്ടാവും,
ഫണ്ട് തന്ന പുറമേയുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ റിസ്ക് കുറക്കുക എന്നുള്ളതും നമ്മുടെ കമ്പനിയുടെ ഉദ്ദേശമാണ്, ഒബ്ജക്റ്റീവാണ്. അപ്പൊ ആ റിസ്ക് കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മിനിമൈസേഷൻ ഓഫ് റിസ്ക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പൊ അത് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തൊക്കെ റേഷ്യോസ് യൂസ് ചെയ്യുക? ഗിയറിംഗ് റേഷ്യോസ് നമുക്ക് യൂസ് ചെയ്യാം, നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അത് യൂസ് ചെയ്യാം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ യൂസ് ചെയ്യാം, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ PBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ ക്വിക്ക് റേഷ്യോ യൂസ് ചെയ്യാം, നേരത്തെ പറഞ്ഞ ലിക്വിഡിറ്റി റേഷ്യോ നമുക്ക് യൂസ് ചെയ്യാം. ലിക്വിഡിറ്റി റേഷ്യോ കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോ കുറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ റിസ്ക് കൂടും, നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും കമ്പനിക്ക്. മനസ്സിലാവുന്നുണ്ട്? ഇത് ആർക്ക് വേണ്ടിക്കാന്ന് മനസ്സിലാക്കേണ്ടത്? മാനേജ്മെന്റിനല്ല കേട്ടോ, പുറമേയുള്ള ആൾക്കാർക്കാണ് ആ ഒബ്ജക്റ്റീവ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് മാനേജ്മെന്റ് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് ഇന്റേണൽ ആയിട്ടുള്ളത്, അതല്ലാതെ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ആവാടാ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? ഷെയർ ഹോൾഡർ ആണ്. അത് കൂടാതെ വേറെയും കുറെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഡെപ്റ്റ് ഹോൾഡേഴ്സ് ഉണ്ട്, പിന്നെ എംപ്ലോയീസ് ഉണ്ട്. അല്ല, ഇൻവെസ്റ്റേഴ്സ് എല്ലാം സ്റ്റേക്ക് ഹോൾഡർ ആണ്. പിന്നെ അതുകൂടാതെ എംപ്ലോയീസ് ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, എല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആർക്കൊക്കെ അറിയണം അവരൊക്കെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ ഉള്ള ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അല്ലാതെ ജസ്റ്റ് എന്ത് മാത്രമല്ല ഷെയർ ഹോൾഡറിന്റെ മാത്രം നമുക്ക് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്താൽ പോരാ. എന്തുകൊണ്ട് ഷെയർ ഹോൾഡർ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഷെയർ ഹോൾഡർ ആണ് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ. അപ്പൊ അവരുടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞത്, നമ്മളെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ എന്ന് പറയുന്ന റേഷ്യോ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അതല്ലാതെ പിന്നെ വരുന്ന മറ്റ് എന്താണ് ഒബ്ജക്റ്റീവ്സ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മിനിമൈസേഷൻ ഓഫ് റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഗിയറിംഗ് റേഷ്യോസ് യൂസ് ചെയ്യുക, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ ഒക്കെ യൂസ് ചെയ്തതിനാൽ എത്രത്തോളം റിസ്ക് കുറയുന്നുണ്ടെന്ന് നോക്കാം. റിസ്ക് കുറച്ചു കൊടുക്കുന്ന ആർക്ക് വേണ്ടിക്കാണ്? എക്സ്റ്റേണൽ ഡെപ്റ്റ് ഹോൾഡേഴ്സിനോ ക്രെഡിറ്റേഴ്സിനൊക്കെ വേണ്ടിക്കാണ് എന്ത് ചെയ്യുന്നത്? റിസ്ക് കുറയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരായിരിക്കും ഈ റേഷ്യോസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതല്ലാതെ സെയിൽസ് ഗ്രോത്ത് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? കമ്പനി എത്ര സെയിൽസ് കൂടിയിട്ടുണ്ട്, സെയിൽസ് റവന്യൂ കൂടിയിട്ടുണ്ട്, നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? നിങ്ങൾ ഈ ട്രെൻഡ് അനാലിസിസ് എന്ന് കേട്ടില്ല? ട്രെൻഡ് അനാലിസിസ്, അതായത് കുറെ വർഷത്തെ സെയിൽസ് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് എത്രത്തോളം പെർസെന്റേജ് ഇൻക്രീസ് ചെയ്ത് നോക്കുന്ന ഒരു സംഭവമാണ് ട്രെൻഡ് അനാലിസിസ്. അതിലൂടെ നമുക്ക് സെയിൽസ് എത്രത്തോളം ഗ്രോ ചെയ്തു എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എത്ര പെർസെന്റേജ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ, അതായത് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി ഒക്കെ മോണിറ്ററി അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫിനാൻഷ്യലി വരുന്ന എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം. മിനിമൈസേഷൻ ഓഫ് റിസ്ക് നോൺ ഫിനാൻഷ്യൽ ആയിട്ട് വരുന്നതാണ്. സെയിൽസ് ഗ്രോത്ത് നമുക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം. മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആട്ടോ. മാർക്കറ്റ് ഷെയർ എന്താണ് കേട്ടിട്ടുണ്ടോ? മാർക്കറ്റ് ഷെയർ ഇപ്പൊ ടോട്ടൽ ഒരു വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാലിക്കറ്റ് ടോട്ടൽ റെസ്റ്റോറന്റ് സെയിൽ ചെയ്യുന്ന ബിരിയാണിയിൽ നമ്മുടെ റഹ്മത്തിന്റെ ബിരിയാണി എത്രത്തോളം സെയിൽ ആവുന്നുണ്ട്, എത്ര ശതമാനം സെയിൽ ആവുന്നുണ്ട്? 10% അല്ലെങ്കിൽ 20%? ടോട്ടൽ സെയിൽസ് ഉണ്ടാവുമല്ലോ ഒരു ഇൻഡസ്ട്രിയിലെ. ടോട്ടൽ സെയിൽസിൽ നമ്മൾ കമ്പനിയുടെ സെയിൽസ് എത്ര ശതമാനമാണെന്നുള്ളതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഷെയർ എന്ന് വിളിക്കുക. മാർക്കറ്റ് ഷെയർ നമ്മൾ കേൾക്കുമ്പോൾ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. കാരണം നമ്മളുടെ പ്രോഡക്റ്റ് എത്രത്തോളം മാർക്കറ്റിൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് ഷെയറിനെ നോർമലി നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതിന്റെ റിസൾട്ട് ഫിനാൻഷ്യൽ തന്നെയാണ് വരാം. അത്രയും അതായത് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോ ബാക്കി താഴെ കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. അത് ചിലപ്പോൾ ചോദിക്കോട്ടെ, അതിനാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണ്, നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ മാർക്കറ്റ് ഷെയർ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. ദെൻ എംപ്ലോയി വെൽഫെയർ, എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എംപ്ലോയീസിന് വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ എംപ്ലോയി വെൽഫെയർ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലിനെസ്, ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. പക്ഷെ ഇതിന്റെയൊക്കെ റിസൾട്ട് ഫിനാൻഷ്യലിയാ വരാം. ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? സെയിൽസ് കൂടൂലേ? സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യലി ആണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആവുന്നില്ല. അതേപോലെ തന്നെയാണ് മാർക്കറ്റ് ഷെയറും. മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻഡസ്ട്രി വിൽക്കുന്നതിൽ നമ്മളെ സെയിൽസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതും തന്നെയാണ് എന്താണ് അതിന്റെ റിസൾട്ടും തന്നെയായിരിക്കും ഫിനാൻഷ്യലി തന്നെയായിരിക്കും വരുന്നത്. പക്ഷെ അതിനെ നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. സെയിൽസ് ഗ്രോത്ത് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്, പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരാം. മിനിമൈസേഷൻ ഓഫ് റിസ്ക് അതൊക്കെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഈ ഒബ്ജക്റ്റീവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് നമ്മൾ ആരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചാൽ പോരാ, ജസ്റ്റ് ഷെയർ ഹോൾഡർ മാത്രം പോരാ, ബാക്കിയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡറെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യും. കാരണം പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? ഷെയർ ഹോൾഡർ ആണ്.